നമ്മൾ പല ഷോറൂമുകളും ചെയ്യുമ്പോഴും എന്താ പറയാ ഒരു മാന്യമായിട്ടുള്ളൊരു വില അല്ലെ, ആ ഒരു വണ്ടിക്ക് ഉചിതമായിട്ടുള്ളൊരു വില തോന്നി. ഇതിന് 2,65,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. ഫോർ വീലാണ്, ഫോർ വീൽ വണ്ടിയാണ്, ഫോർ വീല് വണ്ടിയാണ്. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 1.25. 1,75,000 എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാൻ പറ്റും. ഫോർച്യൂണർ 2 വീൽ ഓട്ടോമാറ്റിക് 2012 മോഡൽ. നമ്മുടെ കൊറോളയുടെ പിറകുവശം വേറെ അങ്ങനെ ബെൻഡോ ഡെൻഡോ കാര്യങ്ങളൊന്നും. ജി ആണ് ഓപ്ഷൻ കേട്ടോ. ജി ആണ് അതിന്റെ ഓപ്ഷൻ വരുന്നത് കേട്ടോ. ഇന്റീരിയർ 13,000 കിലോമീറ്റർ മാത്രം ഓടിയ സെലോറിയാണ്. സിംഗിൾ ഓണർ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോട്ടോ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഷോറൂമിൽ നമ്മൾ വരുന്നുണ്ടെന്ന്. കാരണം നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മുടെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നിന്ന് നമുക്ക് ഒരുപാട് വാഹനങ്ങൾ വീഡിയോ റിവ്യൂ ചെയ്യാനും നിങ്ങളെയൊക്കെ മുന്നിലേക്ക് അത് എത്തിക്കാനും തന്ന ഒരു ഷോറൂം. അതായത് നമുക്ക് 100-ൽ താഴെ അല്ലെ, 100-ൽ താഴെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്ത് എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് മീൻസ് കാറിനെ കാണുമ്പോഴല്ല എനിക്കൊരു നോസ്റ്റാൾജി അടിക്കുകയാണ്. മീൻസ് ഞങ്ങൾ ഒരു ഓൾമോസ്റ്റ് ഒരു 3 കൊല്ലം മുന്നെയാണ് ഇവിടെ ഒരു വീഡിയോ ചെയ്തത്. ശരി. അപ്പം അന്ന് വേറെ ഇവിടെ പിന്നെ ഞങ്ങൾ തുടങ്ങുമ്പോൾ രണ്ടാമത്തെ പാട്ട് തുടങ്ങുമ്പോൾ ഇവിടെ തന്നെ എത്തിയിരിക്കുകയാണ്. സോ നമുക്ക് നോക്കാം, നമ്മുടെ എക്സ്പേർട്ട് ആയ ആൽഷേട്ടൻ പറയും എന്താണ് ഈ എക്സ്പേർട്ട് ഒന്നുമല്ല, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഷോറൂം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരു ഷോറൂമാണ് അല്ലെ. തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ പല ഷോറൂമുകളും ചെയ്യുമ്പോഴും എന്താ പറയാ ഒരു മാന്യമായിട്ടുള്ളൊരു വില അല്ലെ, ആ ഒരു വണ്ടിക്ക് ഉചിതമായിട്ടുള്ളൊരു വില തോന്നിയിട്ടുള്ള കുറെ വീഡിയോയിൽ പറഞ്ഞ പോലെ ട്രസ്റ്റബിൾ ആണ്. തീർച്ചയായും. മാത്രമല്ല എന്തുകൊണ്ടും ഇവിടെ നിന്നാണ് നമ്മൾ ഇനിയും തുടങ്ങേണ്ടത്. തീർച്ചയായിട്ടും. അപ്പൊ അതിന് പറ്റിയിട്ടുള്ള ഒരു ഷോറൂം തന്നെയാണ്. ഷോറൂമിൽ നമ്മൾ വന്നപ്പോൾ തന്നെ അത്യാവശ്യം വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ബ്രാൻഡിലുള്ള ഒരുവിധപ്പെട്ട വാഹനങ്ങളുണ്ട്. പല വിഭാഗത്തിൽപ്പെട്ട സെഡാൻ, 7 സീറ്റർ, അതുപോലെ ഹാഷ് ബാക്കുകൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഭാഗത്തിൽപ്പെട്ട വാഹനങ്ങളുണ്ട്. ഓരോ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, എത്രയാണ് പ്രൈസ്, എത്രത്തോളം നമുക്ക് ലോൺ പാസ്സാക്കി എടുക്കാൻ പറ്റും എന്നുള്ള ഒരു A to Z കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷോറൂമിന്റെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി. ഡിലക്സ് കാർസ് എന്നാണ്. ഇത് മലപ്പുറം ജില്ലയിൽ മച്ചിങ്കലാണ് ഈ ഒരു ഷോറൂം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഷോറൂമിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇക്കയാണ്. പേരൊന്ന് പറ. എന്റെ പേര് മുഹമ്മദ് അലി. ഓക്കെ, ഇക്ക നമുക്ക് പണ്ട് മുതലേ നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് അന്ന് ഒരുപാട് വീഡിയോ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഇപ്പോഴും ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അല്ലേ, പുതിയ സ്റ്റോക്ക് ഉണ്ട്. നമ്മളിപ്പോ ലൈസൻസും കാര്യമൊക്കെ ആയിട്ട് ഇപ്പൊ കുറച്ച് കാണിഞ്ഞ അതിന്റെ എല്ലാം റെഡി ആയതിന്റെ ശേഷം ഫുള്ളാക്കാന്ന് വിചാരിച്ചിരിക്കും. അത് ശരി. അപ്പൊ അന്ന് ഉണ്ടായിരുന്ന അത്ര ഇല്ല, എന്നാലും വാഹനങ്ങളുണ്ട് കുറച്ച്. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോ വണ്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം വരുന്ന ഏതാണ്? ഇത് 2010 കൊറോള അൾട്ടീസ് അല്ലേ. ജി ആണ് ഓപ്ഷൻ. 1.20 ഓടിയിട്ടുണ്ട്. കേരള വണ്ടി റീരജിസ്റ്റർ ആണ്. എത്രയാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്? ഇതിന് 3 ലക്ഷമാണ് ചോദിക്കുന്നത്. 3 ലക്ഷമാണ് ചോദിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. 3 ലക്ഷത്തിലും കുറയും. ഓക്കെ, അപ്പൊ അടുത്തത് ഒരു റിറ്റ്സ് ആണ് അല്ലേ. 2012 മോഡല്, 2012 മോഡല്, 2013 രജിസ്ട്രേഷൻ. ഇതിന് 2,65,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. 1.42 ഓടിയുണ്ട്. 1.42 ഓടിയിട്ടുണ്ട്. ഇത് ഡീസൽ ആണോ? ഡീസൽ VDI ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഡീസൽ റിറ്റ്സ് ആണ്. 2.65 ചോദിക്കുന്നു. 2.65 ഓടിയിട്ടുണ്ട്. അല്ല 1.42 ഓടി. 1.40. സോറി, അതിന്റെ കൺഫ്യൂഷൻ ആണ്. 1.42 ഓടിയിട്ടുണ്ട്. 2.65 ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് കേട്ടോ. അപ്പൊ അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നീറ്റ് തന്നെയാണ് കേട്ടോ വണ്ടി വരുന്നത്. പിറകു ഭാഗം ഒന്ന് കാണണമെങ്കിൽ പിറകു ഭാഗം നമുക്ക് കാണാം. ബോഡിയിലൊന്നും അങ്ങനെ വലിയ ബെൻഡോ കാര്യങ്ങളൊന്നുമില്ല. സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ളത് VDI ആണ്. ഓക്കെ, അപ്പൊ അടുത്തൊരു സ്വിഫ്റ്റ് ആണ് അല്ലേ, നല്ല റെഡ് കളർ സ്വിഫ്റ്റ്. 2018 മോഡല്, കർണാടക ആണ്. 92 ഓടിയിട്ടുണ്ട്. പിന്നെ ഇതിന് നമ്മൾ 5,50,000 ചോദിക്കുന്നത്. 5,50,000 ചോദിക്കുന്നത്. ഇത് പെട്രോൾ ആണോ ഡീസൽ ആണോ? ഡീസൽ VDI വണ്ടിയാണ്. ഓക്കെ, ഡീസൽ വണ്ടിയാണ്. അപ്പൊ അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള വണ്ടി തന്നെയായിരിക്കും അല്ലേ. ഓക്കെ, അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള വണ്ടിയാണ്. കർണാടക വണ്ടിയാണ്. ഇന്റീരിയർ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടീൻ്റെ പിറകിലായാലും വേറെ ബെൻഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മൾ നമ്പർ മാറിയിട്ടുണ്ട്. കർണാടക ആണ്. കേരള നമ്പർ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം.
അടുത്തൊരു ഐറ്റൺ ആണ് അല്ലേ? ഐറ്റൺ 2017 ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്. 2017 മോഡല്. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 310 ആണ്. 310 3,10,000. 74,000 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് എങ്ങനെയാ വരുന്നത്? ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത്. ഇത് തിരുവനന്തപുരം വണ്ടിയാണ് അല്ലേ? തിരുവനന്തപുരം. ഓക്കെ. പ്രൈസ് ഒന്നുകൂടി പറയോ? 3,10,000 രൂപയ്ക്ക് ഡീസൽ വണ്ടിയല്ലേ? ഇതിന് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും നല്ല മൈലേജ് വണ്ടിയല്ലേ? ഓക്കെ. പക്ക കേരള വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നീറ്റാണ് കേട്ടോ വണ്ടി. കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഡീസൽ കാറൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറ്റും. 3,10,000 വണ്ടിയുടെ ഒരു പ്രൈസ് പറഞ്ഞിട്ടുള്ളത്. KL വണ്ടി തന്നെയാണ്, അതുകൊണ്ട് വേറെ റീ രജിസ്ട്രേഷൻ വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമല്ല. അടുത്തൊരു ഡസ്റ്ററാണ് വരുന്നത് അല്ലേ? എങ്ങനെയാണ് ഡസ്റ്റർ? 2015 മോഡൽ RX Z ആണ്. 4 വീലാണ്. 4 വീൽ വണ്ടിയല്ലേ? 4 വീല് വണ്ടിയാണ്. പിന്നെ ഡീസലാണ്. 4,75 നമ്മൾ ചോദിക്കുന്നു. പ്രൈസ് 4,75. എത്ര ഓടിയുണ്ട് വണ്ടി? എത്ര കിലോ? വണ്ടി ഓട്ടം കുറച്ചുണ്ട്. 2 ലക്ഷം ഓടി. 2 ലക്ഷം ഓടി. സിംഗിൾ ഓണർ ആണ്. കമ്പനി സർവീസ് ആണ്. റീ ആണോ? റീ അല്ല, കേരള വണ്ടി തന്നെയാണ്. പ്രൈസ് ഒന്നുകൂടി പറയോ? 4,75,000. 4,75,000 രൂപയ്ക്ക് 4 വീൽ ഡസ്റ്റർ വണ്ടി കേട്ടോ. ഇന്റീരിയർ ഒക്കെ നീറ്റ് ആട്ടോ. വണ്ടി കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, അത്യാവശ്യം 2 ലക്ഷം ഒക്കെ ഓടിയിട്ടുണ്ട്. ഓട്ടുണ്ട്. പക്ഷെ എന്നാലും ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ട് നല്ല നീറ്റാണ് കേട്ടോ വണ്ടി. അത്ര ഓടിയ ഒരു എന്താ പറയാ തോന്നില്ല. വണ്ടി നല്ല നീറ്റാണ്. ബോഡിയിൽ അങ്ങനെ ബെൻഡും കാര്യങ്ങളൊന്നുമില്ല. ടയേഴ്സും അത്യാവശ്യം ഉണ്ട്. നല്ല പുതിയ ടയേഴ്സ്. അതൊരു എക്കോസ്പോർട്ട് ആണല്ലേ? ഫോർഡ് എക്കോസ്പോർട്ട്. ഇത് 2014 മോഡല് എക്കോസ്പോർട്ട്. 2ാമത്തെ ഓണറാണ്. 1 ലക്ഷം ഓടിയിട്ടുണ്ട്. ഇതിന് നമ്മള് ഉദ്ദേശിക്കുന്ന വില 3,70,000 രൂപയാണ്. 3,70,000. കേരള വണ്ടി തന്നെയാണ്. കേരള ഒറിജിനൽ കേരള സെക്കൻഡ് ഓണറാണ്. ഡീസൽ ആണോ വണ്ടി? ഡീസൽ വണ്ടിയാണല്ലേ? ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ. വണ്ടിയുടെ ഇന്റീരിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. തുറന്നാണോ? സീറ്റ് കവറും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നീറ്റായിട്ടുള്ള വണ്ടി തന്നെയാണ്. തുറന്നുതരാം. വണ്ടിയുടെ ബോഡിക്ക് അങ്ങനെ ബെൻഡോ ഡെൻഡോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. സ്റ്റെപ്പിനി ടയറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഇന്റീരിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓപ്പൺ ആക്കിയിട്ടുണ്ട് വണ്ടി. ഇപ്പൊ അടുത്തൊരു നിസാൻ സണ്ണിയാണ്. അതെ, 2012 മോഡല് നിസാൻ സണ്ണി. ഇത് കേരള വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 2,70,000 ആണ്. 2,70,000 അല്ലേ? കുറയ്ക്കാണ്ടാവില്ല? കുറയ്ക്കാണ്ടാവും. പ്രൈസ് കുറച്ച് കുറയ്ക്കാണ്ടാവും. ഏതായാലും ഇതാണ് നിസാൻ സണ്ണി വരുന്നത്. ഇത് കിലോമീറ്റർ എത്ര പറഞ്ഞത്? കിലോമീറ്റർ 1,40 ഓടിയും. 1,40. 1,40,000 ഓടിയിട്ടുണ്ട്. ഡീസൽ അല്ലേ? ഡീസലാണ്. ഓക്കെ. നിസാൻ സണ്ണി. ഇതിന്റെ പരസ്യത്തിലൊക്കെ പറഞ്ഞു തുടങ്ങിയിരുന്ന വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇതിന്റെ പരസ്യമൊക്കെ നല്ല, ഇതിന്റെ അഡ്വർടൈസ്മെന്റ് ഒക്കെ നല്ല രസമായിരുന്നു. ഈ വണ്ടിയുടെ ഇറ്റ്സ് എ കാർ എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടിയാണ്. കാണിച്ചു തരാം. ഇതൊന്ന് ഓപ്പൺ ആക്കും. ഇന്റീരിയർ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം പിറകിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. സീറ്റ് കവർ ചെയ്തിട്ടില്ല തോന്നുന്നല്ലേ? കമ്പനി സീറ്റ് തന്നെയാണ് തോന്നുന്നത് സംഭവം. അടുത്തൊരു പുതിയ മോഡൽ സെലേറിയ ആണല്ലോ അല്ലേ? അതെ, 2021-22 റേസറുള്ള 13,000 കിലോമീറ്റർ മാത്രം ഓടിയ സെലോറിയാണ്. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ അല്ല, ഓണർഷിപ്പ് 3 പിന്നെ ഇതിന് വില നമ്മൾ ഉദ്ദേശിക്കുന്നത് 4,75 ആണ്. 4,70,000. മാനുവൽ ആണോ ഓട്ടോമാറ്റിക്? മാനുവൽ വണ്ടിയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഓണർഷിപ്പ് 3 പേരായിട്ടുണ്ട്. 4,70,000 ചോദിക്കണേ. നമുക്ക് എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ 4,70,000 ആണ് ഈ ഒരു സെലേറിയുടെ പ്രൈസ്. ഓണർഷിപ്പ് ഏകദേശം 3 പേരായിട്ടുണ്ട്. 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടം കുറവാണ്, പക്ഷേ അത്യാവശ്യം നീറ്റായിട്ടുള്ള വണ്ടി തന്നെയാണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിറകിലായാലും അങ്ങനെ ഡെൻഡോ ബെൻഡോ കാര്യങ്ങളോ ഒന്നും കാണില്ല. ഇന്റീരിയർ ജസ്റ്റ് കാണിച്ചു. ഓക്കെ. ഒരു നിസാൻ മൈക്ര ആണ് അല്ലേ? നിസാൻ മൈക്ര ഫുൾ ഓപ്ഷൻ ആണ്. XV ആണ്. ഇത് 2012 മോഡൽ. 2012 മോഡൽ അല്ലേ? ഓക്കെ. 1,20,000 റണ്ണിങ് ഉണ്ട്. ആ. ഇതിന് നമ്മൾ ചോദിക്കുന്നത്
പിന്നെ 2,25,000 രൂപ. 2,25,000 അല്ലേ? ഓണർഷിപ്പ് എങ്ങനെയാ വരുന്നത്? ഓണർഷിപ്പ് കുറച്ച് കൂടുതലുണ്ട്. 2,25,000. 2,25,000 ആണ് ഉദ്ദേശിക്കുന്ന വില. നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, വണ്ടിയുടെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് വാഹനത്തിന്റെ ഇന്റീരിയർ വരുന്നത്. ഇതിലും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. കമ്പനി ഓഡിയോ കാര്യങ്ങളാണ് വാഹനത്തിൽ വരുന്നത്. വേറെ ബെൻഡോ കാര്യങ്ങളൊന്നുമില്ല. സ്പോയിലറൊക്കെ കമ്പനി സ്പോയിലർ വരുന്ന വണ്ടിയാണ്. അലോയ് വീൽസ് വരുന്നുണ്ട്. ടയേഴ്സും അത്യാവശ്യമുണ്ട്. ഒരു 55% ടയേഴ്സും വരുന്നുണ്ട്. അടുത്ത വണ്ടി സ്കോഡ റാപ്പിഡ് ആണ്. റാപ്പിഡ് ഇത് 2013 മോഡല്. പിന്നെ 90 ഓടിയിട്ടുണ്ട്. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപ അല്ലേ? അതിലെന്തെങ്കിലും കുറയ്ക്കേണ്ട? അതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാണ്ടാവും. സ്കോഡ റാപ്പിഡ് ആണ്. ഇന്റീരിയർ കാണിച്ചു തരാം. ഒരു റെഡ് കളർ തീമിലൊക്കെ സീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഫെയ്ഡ് ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ സീറ്റ് കാര്യങ്ങളൊക്കെ. എന്നാലും വലിയ കുഴപ്പമില്ല. നല്ല മൈലേജ് ഉണ്ടാവും. ഡീസലാണ്. മൈലേജ് ഉള്ള വണ്ടിയാണ്. ഡീസലാണ്. ഓക്കെ, അത്യാവശ്യം നീറ്റ് കേട്ടോ. വണ്ടിയുടെ ബോഡിയിൽ അങ്ങനെ വേറെ ബെൻഡോ കാര്യങ്ങളൊന്നുമില്ല. അലോയ് വീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വോൾക്സ്വാഗൻ്റെ അലോയ്സ് ആണ്, കമ്പനി അലോയ്സ് ഉണ്ട്. സ്കോഡ ആണെങ്കിൽ അവർ ബ്രദേഴ്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? അടുത്തൊരു വോൾക്സ്വാഗൻ പോളോ ആണ് വരുന്നത് അല്ലേ? ഇത് 2014 മോഡല് പോളോ. പെട്രോൾ ആണ് കേട്ടോ. 2014 പെട്രോൾ വണ്ടിയാണ്. 2014 പെട്രോള്. ഇത് 70 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് 4 രൂപയാണ്. എന്തെങ്കിലും ചെറിയ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. 4 ലക്ഷം രൂപയാണ് ഈ ഒരു പോളോയുടെ പ്രൈസ് എന്ന് പറയുന്നത്. നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. വീൽസും കാര്യങ്ങളൊന്നുമില്ല. ഫുൾ നീറ്റ് ആയിട്ടുള്ള വണ്ടിയല്ലേ? ഓക്കെ, നല്ല ബ്ലൂ കളറിൽ വരുന്ന വണ്ടിയാണ്. ഇന്റീരിയർ ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇതാണ് വാഹനത്തിന് ഇന്റീരിയർ വരുന്നത്. കമ്പനി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. ഒരു ഇന്നോവയാണ് അടുത്ത് വരുന്നത് അല്ലേ? 2012 മോഡല് റീ രജിസ്ട്രേഷൻ ആണ്. വി ഓപ്ഷനില്. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 6,75,000. 6,75,000. ഓക്കെ, അപ്പോൾ 6,75,000 രൂപയാണ് ഈ ഒരു ഇന്നോവയുടെ പ്രൈസ് വരുന്നത്. വണ്ടിയുടെ ഇന്റീരിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നീറ്റായിട്ടുള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇന്റീരിയർ കാണിച്ചു തരാം. കണ്ടോ, സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുള്ള അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു ഇന്റീരിയർ തന്നെയാണ്. ഇതൊരു ഐട്ടൺ ആണ്. ഐട്ടൺ ഓട്ടോമാറ്റിക്. 2010 മോഡൽ. 2010 മോഡൽ. ഓക്കെ, ഇത് 72 ഓടിയാണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 2 ലക്ഷം റുപ്യാണ്. 2 ലക്ഷം റുപ്യ. എന്തെങ്കിലും ചെറിയ വ്യത്യാസത്തിലൊക്കെ ചെയ്തു. പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടിയാണ്. ഓക്കെ, 2 ലക്ഷം രൂപയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് വരുന്നത്. ഓട്ടോമാറ്റിക്. അടുത്ത വരുന്നത് ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, അടുത്തൊരു വാഗ്നർ ആണ് അല്ലേ? ഓക്കെ, വാഗ്നറിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2012 മോഡല് വാഗനർ. ഇതിന് വില നമ്മൾ 2,65,000 രൂപ. 2,65,000. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ 90 ഓടിക്കും. ഏകദേശം 1 ലക്ഷത്തിന്റെ ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. 2 ലക്ഷം രൂപയാണ് പ്രൈസ്. ഓക്കെ, 2 ലക്ഷം രൂപ. 2,65,000. സോറി, 2,65,000 രൂപയാണ് ഒരു വാഗനറിന്റെ പ്രൈസ് വരുന്നത്. MG ഹെക്ടർ ആണ് അല്ലേ? 2019 മോഡല് MG ഹെക്ടർ. ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഇതിന് നമ്മള് 12,300,000 ചോദിക്കുന്നത്. 12,70,000 ചോദിക്കുന്നത്. ഇത് എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസം. ഓണർഷിപ്പ് ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് കിലോമീറ്റർ 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. വണ്ടിയുടെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ടാണ്. പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി കേട്ടോ. പിറകിലെ ഭാഗം ഒന്ന് കാണിച്ചു തരാം. നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. ഇതൊരു ഇന്നോവ ക്രിസ്റ്റ ആണ് അല്ലേ? 2016 മോഡല് ക്രിസ്റ്റ ആണ്. G4 ആണ്. സെക്കൻഡ് ഓണർ ആണ്. ഇത് 1,40,000 ഓടിയിട്ടുണ്ടല്ലേ? ഓണർഷിപ്പ് എങ്ങനെയാണ് വരുന്നത്? ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. കേരള വണ്ടി തന്നെയാണോ? ഇപ്പൊ റീ രജിസ്റ്റർ ആണ്. ഇപ്പൊ മലപ്പുറം രജിസ്റ്റർ മാറിയിട്ടുണ്ട് അല്ലേ? നമ്പർ മാറിയിട്ടുണ്ട്.
എത്ര നമ്മൾ ചോദിക്കുന്ന പ്രൈസ്? ഇതിന് ചോദിക്കുന്നത് നമ്മള് 12,60,000 രൂപ. 12,60,000. എന്തെങ്കിലും കുറയാണ്ടാവില്ലേ? എന്തെങ്കിലും കുറച്ച് കൊടുക്കാം, അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവില്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയുടെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇന്റീരിയർ ഞാൻ കാണിച്ചു തരാം. വേരിയന്റ് ഏതായിരുന്നു? G4. ഇത് G4 ആണ് വേരിയന്റ് വരുന്നത് കേട്ടോ. പിറകിൽ ക്യാപ്റ്റൻ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ബെൻഡോ ഡെൻഡോ കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. അടുത്തൊരു ഫോർച്യൂണർ ആണല്ലേ? ഫോർച്യൂണർ 2 വീൽ ഓട്ടോമാറ്റിക് 2012 മോഡല്. 2012 മോഡൽ. 2012 1.25 ഓടിയുണ്ട്. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 11,70,000. 11,70,000 വണ്ടിയുടെ പ്രൈസ് വരുന്നത്. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല സംസാരിക്കുമ്പോൾ. ഓക്കെ. അപ്പോൾ 11,70,000 ഈ ഒരു ഫോർച്യൂണറിന്റെ പ്രൈസ്. ഇതാണ് നമ്മുടെ ഫോർച്യൂണറിന്റെ പിറകുവശം. സ്പോയിലറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. വണ്ടിയുടെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് വണ്ടിയുടെ ഇന്റീരിയർ വരുന്നത്. അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ് കേട്ടോ. ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. അടുത്തൊരു കൊറോള അൾട്ടിസ് ആണല്ലേ? 2014 മോഡല് റീ രജിസ്റ്റർ ആണ്. റീ രജിസ്റ്റർ വണ്ടിയാണ്. 1,42,000 ഓട്ടം. ഓണർ തേർഡ് ഓണറാണ്. ഇതിന് ഉദ്ദേശിക്കുന്ന വില 6,70,000. 6,70,000. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കൊറോളയുടെ പിറകുവശം. വേറെ അങ്ങനെ ബെൻഡോ ഡെൻഡോ കാര്യങ്ങളൊന്നും. G ആണ് ഓപ്ഷൻ കേട്ടോ. G ആണ് അതിന്റെ ഓപ്ഷൻ വരുന്നത് കേട്ടോ. ഇന്റീരിയർ ഒന്ന് കാണാം. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. അടുത്തൊരു കിഡാണ് അല്ലേ? 2016 മോഡല് കിഡാണ്. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 2,40,000. 2,40,000. എത്ര ഓണർഷിപ്പ്? ഓണർഷിപ്പ് ഇത് മൂന്നാമത്തെ ഓണർഷിപ്പ്. 2,40,000 മാനുവലാണ്. ഫിയറ്റ് പൂന്തോ ആണ് അല്ലേ? പൂന്തോ 2013 മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 1,45,000. 1,70,000. എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാൻ പറ്റും. ഇത് ഡീസലാണോ? ഡീസൽ ഒരു മൈക്ര വരുന്നുണ്ടല്ലേ? അത് 2016 ലാസ്റ്റ് ആണ്. 17 രജിസ്റ്റർ. ഇത് റീ രജിസ്റ്റർ ആണ്. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് 2,70,000 രൂപ. 2,70,000 ഓക്കെ. അടുത്ത് വരുന്ന ഒരു സാൻഡ്രോ ആണല്ലേ? അതെ, സാൻഡ്രോന്റെ സാൻഡ്രോ 2011 മോഡല് ആണ്. ഇത് രണ്ടാമത്തെ ഓണറാണ്. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് 1,30,000 രൂപ. 1,30,000 സാൻഡ്രോയുടെ പ്രൈസ് വരുന്നത് കേട്ടോ. എത്രയാണ് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക്? ഇനിയിപ്പോ ലൈസൻസും കാര്യമൊക്കെ സെറ്റ് ആയി വരുമ്പോൾ നമ്മൾ വണ്ടി സ്റ്റോക്ക് ഇറക്കാൻ നിൽക്കുകയാണ്. അപ്പൊ ഇനി ഏത് വണ്ടി വേണമെങ്കിലും കോൺടാക്ട് ചെയ്താൽ വിളിച്ചാൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ കാണിച്ചിട്ടുള്ള ഏതൊരു വണ്ടി നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ താഴെ ഇവിടുത്തെ നമ്പർ കൊടുക്കുന്നുണ്ട്, ഡീലക്സ് കാർസിന്റെ. നിങ്ങൾ അതിലേക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഇക്ക നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും. അതുപോലെ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞുതരാം. മലപ്പുറം ജില്ലയിൽ മച്ചിങ്ങിലാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നാലും ഈ വാഹനങ്ങളൊക്കെ നേരിട്ട് കാണാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.